മാന്നാർ കൊലപാതകത്തിൽ കലയുടെ ഭർത്താവ് അനിൽകുമാറിനെയും കേസിൽ പ്രതി ചേർത്തു. കേസിലെ ഒന്നാം പ്രതിയായ അനിൽകുമാറിനെ വിദേശത്തു നിന്നും നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങി. അതേസമയം അമ്മ മരിച്ചിട്ടില്ലെന്നും ജീവനോടെ ഉണ്ടെന്നും കലയുടെ മകൻ പേടിക്കേണ്ടെന്ന് അച്ഛൻ പറഞ്ഞതായും മകൻ പ്രതികരിച്ചു. പ്രതികളെ അല്പസമയത്തിനകം തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ സുജു ടി ബാബു ചേരുകയാണ് നമ്മളോടൊപ്പം. സുജു, ഇന്നത്തെ പോലീസ് നടപടികൾ എങ്ങനെയാണ്? ആ വീട്ടിൽ ഇന്നും പരിശോധനയ്ക്കുള്ള സാധ്യതാ സാഹചര്യം, മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? മനു, ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതികളെ പോലീസ് വൈദ്യപരിശോധനയ്ക്കായും കോടതിയിലേക്ക് കൊണ്ടുപോകേണ്ടി ഈ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ മാന്നാർ പോലീസ് സ്റ്റേഷൻ മുൻവശത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഇപ്പോൾ ആലപ്പുഴ SP ചൈത്ര തെരേസ ജോൺ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. SP എത്തിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷമായിരിക്കും ഇവർ ഈ പ്രതികളെ വൈദ്യപരിശോധനയ്ക്കും അതുപോലെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി പുറത്ത് കൊണ്ടുപോകുക. ഇപ്പോൾ നിലവിൽ പ്രതികൾ ഇപ്പോൾ ഈ മാന്നാർ പോലീസ് സ്റ്റേഷനുള്ളിലാണ് 3 പ്രതികളുമുള്ളത്. ഇന്ന് രാവിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളുടെ കൂടുതൽ പ്രതികരണങ്ങൾ വരികയും ചെയ്തിരുന്നു. ഇതിൽ കലയുടെ മകൻ പറയുന്നത് അമ്മ ജീവിച്ചിരിപ്പുണ്ടാകും എന്ന് തന്നെയാണ് കലയുടെ മകൻ വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ പോലീസ് മുമ്പിലാണ് എങ്കിൽ പോലും പ്രതികളെ മറുവശത്തുകൂടെ കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് കടക്കുകയാണ്. എന്തായാലും ഈ കേസിൽ ഉണ്ടായ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്ന് പ്രതികളെ ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതുമായിട്ട് ആദ്യം കസ്റ്റഡിയിലായിരുന്നു പ്രതികൾ. ആദ്യം ഒരു സംശയമായിരുന്നെങ്കിൽ പിന്നീട് ചോദ്യം ചെയ്യലിനെയും തെളിവെടുപ്പിനും ശേഷമാണ് ഇക്കാര്യത്തിൽ കൊലപാതകം നടന്നു എന്ന ഒരു ഉറപ്പിലേക്ക് പോലീസ് എത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 പ്രതികളെ പ്രതി ചേർക്കുകയും അതിനകത്ത് FIR ഇടുകയും കൊലപാതകം നടന്നു എന്ന ഒരു വിശ്വാസത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതികളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. എന്തായാലും കുടുംബാംഗങ്ങളുടെ പ്രതികരണത്തിൽ കലയുടെ മകൻ്റെ പ്രതികരണമാണ് ഏറ്റവും പ്രധാനമായി വന്ന. അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നും അച്ഛൻ ഇങ്ങനെ കൊലപാതകം നടത്തിയിട്ടില്ലെന്നാണ് മകൻ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഈ വാദത്തെ കലയുടെ സഹോദരൻ അനിൽകുമാറും കലയുടെ മാതൃ സഹോദരിയും പൂർണ്ണമായും തള്ളുകയാണ്. അവർ പറയുന്നത് അങ്ങനെ കൊലപ്പെടുത്തിയിട്ടുണ്ടാകാം, പോലീസ് അന്വേഷണത്തെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുമെന്നാണ് ഇവർ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. മനു, ഇനി പ്രധാനമായും ഈ പ്രതികളെ ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കണം, മറ്റ് നടപടിക്രമങ്ങളൊക്കെ അങ്ങനെ പോകുന്നു. മറ്റൊരു വിഷയം, ഇന്ന് ഒരുപക്ഷെ ഈ മാന്നാറിലെ വീട്ടിൽ ഇന്നലെ തെരച്ചിൽ നടത്തിയതിന്റെ ബാക്കിയായി വീണ്ടും തെരച്ചിൽ ഉണ്ടാകാമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് എന്താണ്? ഇന്നും തുടർ തെരച്ചിലിനുള്ള സാധ്യതയുണ്ടോ? മനു, ഇന്ന് തുടർ തെരച്ചിലിനോ അല്ലെങ്കിൽ പ്രതികളെ തെളിവെടുപ്പിനായി എത്തിക്കാനോ സാധ്യതയില്ല. പോലീസിന് ലഭിക്കുന്ന വിവരം അനുസരിച്ചെങ്കിൽ ഇന്ന് തെളിവെടുപ്പിന്റെ പ്രശ്നമല്ല സുജു, തെളിവെടുപ്പല്ല. അവിടെ പോലീസ് തെരച്ചിൽ നടത്താനുള്ള സാധ്യതയുണ്ടോ എന്നാണ് ചോദിച്ചത്, തെളിവെടുപ്പല്ല. തന്നെ സമർപ്പിക്കാൻ ഇന്ന് പോലീസ് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് തുടർ പരിശോധനയ്ക്ക് സാധ്യതയില്ല എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഇനി പരിശോധന എന്ന് പുനരാരംഭിക്കുമെന്നുള്ള അല്ലെങ്കിൽ പരിശോധന നടത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഈ വിവരങ്ങൾ അവർ ക്രോഡീകരിച്ച ശേഷമേ അത്ര ഒരു തീരുമാനത്തിലേക്ക് പോകുകയുള്ളൂ. ഏറ്റവും പ്രധാനമായി ഈ കേസിൽ ഇപ്പോൾ നിലനിൽക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ കേസിലെ ഒന്നാം പ്രതിയായിരിക്കുന്ന അനിൽകുമാർ നിലവിൽ വിദേശത്താണ്. അദ്ദേഹം ഇസ്രയേലിലാണുള്ളത്. ഇക്കാര്യത്തിൽ പോലീസ് അങ്ങനെ പറയുമ്പോൾ തന്നെ അത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. കാരണം ഇന്ന് മകൻ്റെ പ്രതികരണത്തിൽ കൂടെ പുറത്തു വരുന്നത് അനിൽകുമാറിൻ്റെ ഒരു പ്രതികരണം കൂടിയാണ് ഈ കേസിൽ പുറത്തു വന്നിരിക്കുന്നത്. മകൻ പറയുന്നത്, എന്നോട് അച്ഛൻ പറഞ്ഞു നീ പ്രതികരിക്കൂ, നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, മാത്രമല്ല ഈ സംഭവം അവിടെ പോലീസ് വന്ന് തെളിവെടുത്തിട്ട് പൊയ്ക്കോട്ടെ എന്നാണ് മകൻ പറയുന്നത്. അത് മകൻ പറയുന്നത് തൻ്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എന്നാണ്. അതായത് അങ്ങനെയെങ്കിൽ ഈ കേസിന് ഈ സംഭവം പോലീസ് ഇവിടെ എത്തി സെപ്റ്റി ടാങ്ക് തുറന്ന് പരിശോധന നടത്തിയ ശേഷമാണ് മകൻ്റെ പ്രതികരണം വരുന്നത്. അതിനുശേഷവും അച്ഛൻ മകനോട് പ്രതികരിച്ചു അല്ലെങ്കിൽ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തിയെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ ഇസ്രയേലിലുള്ള അനിൽകുമാറെ നാട്ടിലെത്തിക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനായിട്ടുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചുവെന്ന് ഇന്നലെ തന്നെ ആലപ്പുഴ SP ചൈത്ര തെരേസ ജോൺ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മറ്റു ഒരു കാര്യം പ്രധാനപ്പെട്ടത്, ഈ കേസിലെ ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. 1.5 പതിറ്റാണ്ട് മുമ്പാണ് ഈ പോലീസ് അറിയിച്ച പ്രകാരമാണെങ്കിൽ ഒരു പോലീസ് വാഹനം പുറത്തേക്ക് വരുന്നുണ്ടല്ലോ ഈ പ്രതികളുമായി മെഡിക്കലിന് പോകുന്നതാണോ? നമുക്ക് നേരിട്ട് ബോധ്യപ്പെടുന്നത്
അല്ലല്ല, ഇതിനകത്ത് പ്രതികളോ മറ്റോ ഒന്നുമില്ല. ഈ പോലീസ് വാഹനത്തിൽ പോലീസ് ഇക്കാര്യത്തിൽ ഈ എന്താണെന്നറിയില്ല, മാന്നാർ പോലീസ് സ്റ്റേഷന് വേണ്ടി ആദ്യം മുതൽ തന്നെ മാധ്യമങ്ങളെ മാറ്റി നിർത്താനാണ് ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവില്ല. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ഒരു പോലീസ് പ്രതികളെ കൊണ്ട് വന്ന ഒരു ഇതല്ല ഞാൻ സൂചിപ്പിച്ചു വന്നത്. ഇതിൽ അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ ഫലങ്ങൾ പരിശോധനാ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആ തെളിവുകൾ എത്രത്തോളം പോലീസിനെ കോടതിയിൽ ഹാജരാക്കേണ്ട തെളിവുകളാണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുള്ളൂ. ഇന്നലെ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ക്ലിപ്പ, മുടിനാരുകൾ, അതുപോലെ തന്നെ ചില വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. മൃതദേഹ അവശിഷ്ടങ്ങളിൽ സംശയിക്കുന്ന കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ 15 വർഷം പ്രത്യേകിച്ച് ഇന്നലെ SP സൂചിപ്പിച്ചിരുന്നു. SP ചോദിക്കുമ്പോൾ SP ആ സംശയം ശരിവെക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പദാർത്ഥങ്ങൾ ഈ സെപ്റ്റിക് ടാങ്കിൽ ഒഴിച്ചിരുന്നു. അതായത് നമുക്ക് ഇന്നലെ പുറത്തു വന്ന FIR-ൽ വ്യക്തമാകുന്നത് കൊല നടക്കുന്ന മറ്റൊരു പാലത്തിൽ വെച്ചാണ്. അവിടുന്നാണ് പിന്നീട് പ്രതികൾ ചേർന്ന ഈ മൃതദേഹം വീട്ടിലെത്തിക്കുകയും അവിടുന്ന് ഈ സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്യുന്നു. അതായത് കൊല നടന്നത് പെട്ടെന്നുള്ള പ്രകോപനമാകാം, അല്ലെങ്കിൽ ആസൂത്രിതമാകാം. പക്ഷേ തെളിവ് നശിപ്പിക്കലെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. അത് ആസൂത്രിതമായ സംഭവം തന്നെയാണ്. അതിന് പ്രതികൾ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഗൂഢാലോചന നടത്തിയ സമയത്ത് ഈ കാര്യത്തിൽ പ്രതികൾ ഇത്തരത്തിൽ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി രാസലായനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പദാർത്ഥങ്ങൾ അതിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങൾ പെട്ടെന്ന് ലയിച്ചു ചേരുന്ന തരത്തിലേക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് 15 വർഷം മുമ്പ് സ്വാഭാവികമായി ഒരു വെള്ളത്തോട് ചേർന്ന് കിടക്കുന്ന മൃതദേഹം അത് പൂർണ്ണമായും നശിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ശേഖരിച്ച സാമ്പിളുകൾ ഇതിപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് പോലീസ് അയച്ചിട്ടുണ്ട്. ആ ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ മാത്രമേ ഇതിൽ കൃത്യമായ തെളിവുകൾ പുറത്തു വരികയുള്ളൂ. പക്ഷേ പോലീസിന് ഇതിന് വ്യക്തതയുണ്ട്. അതുകൊണ്ടാണ് സംശയത്തിൻ്റെ പേരിൽ കസ്റ്റഡി എടുത്ത പ്രതികളെ ഇപ്പോൾ പ്രതി ചേർത്ത് FIR ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇവരെ പ്രതി ചേർക്കുന്നതിലേക്ക് അല്ലെങ്കിൽ 5 പേർ കസ്റ്റഡി ഉണ്ടായിരുന്ന 3 പേരാണ് ഇപ്പോൾ പ്രതിപട്ടികയിലുള്ളത്. ആ പ്രതിപട്ടികയിലുള്ളവർ നമ്മളിപ്പോൾ കാണുന്ന ഈ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ അവർ ഉള്ളിലുണ്ട്. അപ്പം ആലപ്പുഴ SP ചൈത്ര തെരേസ ജോൺ ഇവിടെ എത്തിയിട്ടുണ്ട്.